വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സഹോദര മേൽപ്പട്ടക്കാരെ, വന്ധ്യവൈദികരെ, വിശ്വാസ സമൂഹമേ, ഏവർക്കും വന്ദനം പറഞ്ഞുകൊള്ളട്ടെ. ഈ ബുധനാഴ്ചത്തെ സമ്മേളനം ദീർഘവർഷങ്ങളായി നമ്മൾ എക്യുമെനിക്കൽ ആശയങ്ങൾ പങ്കിടുന്നതായ ഒരു വേദിയായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. സഭാചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആദിമ സഭകൾ പല സ്ഥലങ്ങളിലും സഭകളുണ്ടായിരുന്നു. എന്നാൽ ആ സഭകളെല്ലാം തന്നെ യേശുക്രിസ്തുവിനുള്ളതായ വിശ്വാസത്തിലും അടിസ്ഥാനപരമായിരിക്കുന്നതായ കാഴ്ചപ്പാടിലും ആയിരുന്നു ഒരുമ കണ്ടെത്തിയിരുന്നത് നാം പ്രത്യേകിച്ച് ഓർക്കണം. വിശദമായി അതേക്കുറിച്ച് പറയുവാൻ സാവകാശമില്ല. അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ പറയട്ടെ. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ടാണ്. അതത്ര ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ദൈവത്തിൻ്റെ മുഖസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടെ തിരുമേനി പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മുഖസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ സാദൃശ്യം നഷ്ടപ്പെടുത്തിയതായുള്ള അനുഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ മാനവികതയുടെ വീഴ്ചയുടെ ചരിത്രം എന്താ പ്രത്യേകിച്ച് ഓർക്കണം. കർത്താവ് ലോകത്തിൽ വന്നു. എന്തിനു വന്നു? മറ്റാരും പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞാൽ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ ഞാൻ വന്നു. നമുക്ക് ജീവൻ തന്നത് കർത്താവല്ലേ. ഈ ഭൂമിയിലുള്ളതായ ധാതുക്കൾ കൊണ്ട് നമുക്കൊരു ശരീരത്തിനൊരു രൂപം നൽകി. ഈ ഭൂമിയിൽ നിന്ന് അന്യപ്പെട്ട യാതൊരു ഒന്നും നമ്മുടെ ശരീരത്തിലില്ല. എന്നാൽ അങ്ങനെ രൂപം നൽകിയിട്ട് നമ്മൾ ജീവശ്വാസം ഊതി മനുഷ്യരെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഇപ്രകാരം, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ പിതാവിൻ്റെ സാദൃശ്യത്തിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഓർക്കണം. അപ്പോൾ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്നെ കാണുന്നവൻ മനുഷ്യനെ സൃഷ്ടിച്ചതായുള്ള ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ ശോഭ കാണുന്നു എന്നത്ര എൻ്റെ അർത്ഥം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായവൻ കൂടെ എന്ന് നാം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ തേജസ്സാണ് നമ്മുടെ മുഖത്ത് വിളങ്ങേണ്ടത് എന്നത്രേ തിരുവചനം നമ്മെ ആദ്യമേ തന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്നാൽ എന്തു സംഭവിച്ചു? ഈ മനോഹരമായ പ്രപഞ്ചത്തെയും അതിൻ്റെ മുഴുവൻ ധന്യതയെയും നമ്മെ ഏൽപ്പിച്ചു, മനുഷ്യരെ ഏൽപ്പിച്ചു. മനുഷ്യരോട് പറഞ്ഞു, നീ ഇതിനെ സംവിധാനം ചെയ്ത് സൂക്ഷിച്ചു കൊള്ളുക. ഒരുപാട് പരിഭാഷയുണ്ട് ആ വാക്കിന്. നമ്മുടെയൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരുപാട് പരിഭാഷകളുണ്ട്. പരിഭാഷകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സംവിധാനം ചെയ്യുമെന്ന് പറയുന്നുള്ള വാക്ക് കിങ് ജെയിംസ് വേർഷനിലെ ഇംഗ്ലീഷ് ഒരു പരിഭാഷയാണത്. ആ പരിഭാഷ എന്തൊരു സംവിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊരു റോസച്ചെടി നട്ടു വന്നിരിക്കട്ടെ, വളവും വെള്ളവും ധാരാളം കൊടുത്തതുകൊണ്ട് നാം ആഗ്രഹിക്കുന്നതായുള്ള ഫലം ആ റോസച്ചെടിയിൽ ഉണ്ടാകുകയില്ല. ഞങ്ങളുടെ ഈ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളുവിളാഞ്ചനായിട്ടൊക്കെ വളരും. ആരോഗ്യം കാണുകയില്ല ചെടിക്ക്, ബലം കാണുകയില്ല ചെടിക്ക്.
മനോഹരമായിട്ട് കണ്ടാൽ മനോഹാരിത തോന്നുകയില്ല ചെടിക്ക്. മാത്രമല്ല ഫലദായകമായിട്ട് നോക്കിയാലും ഫലവും വളരെ വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ അതിനെ യഥാസമയം പ്രൂൺ ചെയ്ത് മുറിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള വളവും കൊടുത്താൽ ആ റോസച്ചെടി നിൽക്കുന്ന സ്ഥലം ശാഖോപശാഖകളായിട്ട് അത് വിടർന്ന് മനോഹരമായിരിക്കുന്ന ഒരു ചെടിയായിട്ട് തീരുന്നു. ആരോഗ്യമുള്ള ഒരു ചെടി, അതുപോലെ തന്നെ മനോഹരമായിരിക്കുന്ന ഒരു ചെടി കൂടുതൽ ഫലങ്ങളെ നൽകുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തെ പുതിയ മനോഹരമാക്കുവാനായിട്ടും ആരോഗ്യപരമായി നിലനിർത്തുവാനും ഫലദായകമാക്കുവാനുമായിട്ട് ഏൽപ്പിച്ചു. നാം ചെയ്തത് എന്ത്? നമ്മുടെ പല തർജ്ജിമയിൽ പറയുന്ന പോലെ കിളച്ച് മറിച്ചെല്ലാം വികലമാക്കി. അതുകൊണ്ട് ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ പരിസ്ഥിതി നഷ്ടപ്പെട്ട് വികലമായി. ഈ പരിസ്ഥിതിയോടുള്ള ബന്ധത്തിലാണ് നമുക്കിവിടെ ജീവിക്കുവാനായിട്ടുള്ളതായുള്ള സൗഹൃദം ദൈവം നൽകിയത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ഈ പരിസ്ഥിതിയെ നാം നശിപ്പിച്ചാൽ നമുക്കിവിടെ ജീവിക്കുവാൻ തക്കോണമുള്ള പരിസ്ഥിതി ഉണ്ടാകുകയില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഡൽഹിയിലാണെന്ന് വരികിൽ തുറന്ന സ്ഥലത്ത് നിന്ന് ശ്വാസം വലിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത വിധത്തിൽ അന്തരീക്ഷം മലിനീകരമായിരുന്നു എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട ഒരു സിറ്റിയാണ് ഡൽഹി എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഒടുവിൽ കഴിഞ്ഞ ആഴ്ച വന്നതായിട്ടുള്ള ഒരു വിലയിരുത്തലിൽ ബാംഗ്ലൂരാണ് ഇപ്പോൾ അതിനേക്കാളിൽ കൂടുതൽ പരിസ്ഥിതി മലിനീകരണത്തിന് പെട്ടിരിക്കുന്നതെന്ന് പറയും. ഇതിന് 2 മുമ്പ് കൽക്കട്ടയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു. നമ്മുടെ പട്ടണങ്ങളൊക്കെയും പരിസ്ഥിതി മലിനീകരിക്കപ്പെട്ട് ജീവിതം ദുസ്സാഹ്യമാക്കി തീർക്കുന്നു. ഈ കണക്കിന് പോയാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പോക്കറ്റിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ വിട്ട് മൂക്കിനകത്ത് അത് ഘടിപ്പിച്ചുകൊണ്ട് നടക്കേണ്ടതായുള്ള സാഹചര്യം വരുമോ? നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതാണ് ഒരു വസ്തുതയാണ്. ദൈവം പറഞ്ഞതാണ് വാക്ക്, മനുഷ്യ നിന്നെ ഈ മനോഹരമായ പ്രപഞ്ചം ഏൽപ്പിച്ചിരിക്കുന്നു, നീ അതിനെ സംവിധാനം ചെയ്ത് നീ അതിനെ മനോഹരമാക്കി ആരോഗ്യമുള്ളതായി ഫലദായകമായി നിലനിർത്തുക എന്ന്. ഇന്ന് നമ്മുടെ പ്രവർത്തനം എങ്ങനെ നമ്മളൊന്ന് തിരിച്ചു നോക്കിക്കേ. ദൈവം നൽകിയതായുള്ള നിർദ്ദേശത്തെ അനുസരിക്കാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തതുകൊണ്ട് ഇന്ന് മനുഷ്യ ജീവിതം ദുർവഹമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ വലിയ പ്രളയം ഇവിടെ ഉണ്ടായി. കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാം ഒരു വിധത്തിൽ ചള്ള നിറഞ്ഞ് കിടക്കുകയായിരുന്നു. വെടിച്ചു കീറുന്നതായുള്ള ചള്ളയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കും, ഇരിക്കാൻ കൊള്ളാവുന്ന മണലില്ലായിരുന്നു. എന്നാൽ ഈ മഹാപ്രളയം നമുക്ക് വലിയൊരു അനുഗ്രഹം നൽകി. ആ ഒരു ലെയർ മുഴുവനും ഊതിയെടുത്ത് കൊണ്ടുപോയി പുറകുവശത്ത് കാണുന്നതായുള്ള ആ കിടന്ന മണൽക്കൂരയുണ്ടായി. ഒരു കഴിഞ്ഞ 20 സംവത്സരത്തിനകം ഇത്രയും വൃത്തിയായിരിക്കുന്ന ഒരു പന്തലിൻ്റെ പരിസരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പരസ്യപ്പെടുത്തിയത്, ദൈവം മനോഹരമാക്കി തന്നതാണ് ഈ മണൽപ്പുറത്തെ, നാം മലീമസമാക്കരുത് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മൾ വിചാരിച്ചാൽ മതി ഈ നമ്മുടെ പരിസരങ്ങളൊക്കെയും വൃത്തിയാക്കുവാൻ തക്കവണ്ണം. ഇന്ന് നാം നോക്കുകയാവുന്ന വരികയിൽ അമ്പരചുംബികളായിരിക്കുന്ന ക്വാർട്ടേഴ്സ് പണിതിരുന്ന സ്ഥലത്ത് അവർക്ക് ഭൂമിയിൽ 1 അടി സ്ഥലം പോലും കാല് വെക്കാനില്ല. ഈ കെട്ടിടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവരുടെ ഭവനങ്ങളിലെ മാലിന്യം നിക്ഷേപിക്കുവാൻ എവിടെ സ്ഥലമുണ്ടാവും? പിന്നീട് ആകെപ്പാടെ വൈകിട്ട് അത്താഴവും കഴിച്ചതിന് ശേഷം അവരുടെ കാറയിൽ കയറി പ്ലാസ്റ്റിക് മുന്നകത്ത് ഇത് കെട്ടി ഒരു ചെറിയ
യാത്ര സന്ധ്യയ്ക്കൊന്ന് നടത്തും. ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ കാറിൻ്റെ ഡോർ തുറന്നിട്ട് ആ ചാക്ക് തട്ടിയിട്ടേച്ചൊക്കെ പോകും. നോക്കുക, നമ്മുടെ എത്രയോ വഴികളാണ് പൊതുജനങ്ങൾ നടക്കേണ്ടതായുള്ള വഴി, ജനങ്ങൾ താമസിക്കുന്ന സാഹചര്യത്തിൻ്റെ അടുത്തുള്ള വഴികളിലൊക്കെയും ഈ മാലിന്യം കൊണ്ട് എറിഞ്ഞേച്ച് പോകുന്നത്. പക്ഷേ ഇത് നമ്മുടെ പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ പോലും ഇങ്ങനെ എറിയുന്നത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്താൽ തിരക്കേടില്ലായിരുന്നു. ഞാൻ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതായുള്ള ആ ഫ്ലാറ്റ് ഓണേഴ്സിന് അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ മാലിന്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ അത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഈ ഫ്ലാറ്റുകളിൽ ആളുകളെ താമസിക്കുവാൻ ഗവൺമെൻറ് അനുവദിക്കുമായിരുന്നു എന്നുള്ളതിൽ എത്രയോ വ്യത്യാസമാണ്. വിദേശങ്ങളിലൊക്കെയും കെട്ടിടത്തിന് പണി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ജലസംവിധാനം, സൂവേജ്, മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റ്, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാൽ കെട്ടിടം പണിയാൻ അനുവദിക്കത്തുള്ളൂ. ഇവിടെ കെട്ടിടം പണിത് കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിന് യാതൊന്നുമില്ല. ഈവൻ ടോയ്ലറ്റിൻ്റെ സംവിധാനം പോലും ഇല്ലാത്ത, സംവിധാനം ചെയ്യാതെ, സുവേജുകൾ ഉണ്ടാക്കാതെയാണ് ഈ വലിയ കെട്ടിടങ്ങൾ 80ഉം 100ഉം കുടുംബങ്ങൾ താമസിക്കത്തക്കാണ് കെട്ടിടങ്ങൾ ഉളവാക്കുന്നത്. അത് ഒരു വസ്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുമതലപ്പെട്ടവരുടെ ചിന്താശൂന്യതയാണ് ഇന്ന് ഈ വഴികളിൽ കാണുന്ന മാലിന്യങ്ങൾ മുഴുവനും. അല്ലാതെ ആ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ഇത് കളയണ്ടേ? അവർ കാണുന്ന ഒരു സ്ഥലം മാത്രമേ ഇതുള്ളൂ. നാം പ്രത്യേകിച്ച് ഓർക്കണം, നമ്മുടേതായിരിക്കുന്ന കടപ്പാടുകൾ, ദൈവം നമുക്ക് നൽകിയതായുള്ള മനോഹരമായുള്ള ഈ പ്രപഞ്ചത്തെ മലിനമാക്കാതെ സൂക്ഷിക്കുവാനായിട്ടുള്ള കടപ്പാട് നമുക്കുണ്ട്. അത് ഒന്നിനു വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയുണ്ടല്ലോ, അത് ദൈവത്തിന് വേണ്ടിയുമല്ല, പുണ്യം കിട്ടാൻ വേണ്ടിയുമല്ല. നിനക്ക് നിന്നെ തന്നെ ചിന്തയുണ്ടെന്ന് വരികിൽ നീ കൽപ്പന പ്രമാണിക്കണമെന്നാണ് പറഞ്ഞത്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പന് വേണ്ടിയല്ല, മറ്റാർക്കും വേണ്ടിയല്ല. നിനക്ക് നിന്നെ തന്നെ കരുതലുണ്ടെന്ന് വരികിൽ നിശ്ചയമായിട്ടും അപ്പനെയും അമ്മയും ബഹുമാനിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വളരുവാൻ ദൈവകൃപ ലഭിക്കണമെന്ന് വരിയിൽ നാം നമ്മത്തോട് തന്നെ പറയണം, ഈ മാലിന്യ സംസ്കരണത്തിൽ, പരിസര മലിനീകരണത്തിൽ നിന്ന് വിമുക്തമായിരിക്കുന്ന ഒരു കേരളം, അതായിരിക്കണം നവകേരളം എന്ന് ഞാൻ പറയും. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നാം സജ്ജരാകേണ്ടത് ഏറ്റവും ആവശ്യമാകുന്നുവെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ സഭകളുടെ ഉത്തരവാദിത്വം അവിടെയുണ്ട്. നാം പ്രത്യേകിച്ച് ഓർക്കണം, സഭകളുടെ ഉത്തരവാദിത്വമുണ്ട്. ആ സഭകൾ ഈ വിധത്തിലുള്ളതായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ളത് ഒരു വിശ്വാസ സത്യമായിട്ട് തന്നെ സഭ എടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. സമസ്ത ജനങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നമ്മൾ വിചാരിക്കണം. മാർത്തോമാക്കാർ മാത്രമല്ല, പെന്തിക്കോസ്തുകാർ മാത്രമല്ല, അല്ലെങ്കിൽ കത്തോലിക്കർ മാത്രമല്ല ദൈവത്തിൻ്റെ ജനം. ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്. ആ കൂട്ടത്തിലാണ് സഭ ഈ അടുത്ത കാലത്തായിട്ട് ശക്തീകരണം പറഞ്ഞത്. ശാരീരികമായുള്ള വൈകല്യമെന്ന് ഞാൻ പറയുകയില്ല, വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾ, ഫിസിക്കലി ചലഞ്ച്ഡ്, കൈകാലുകൾക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നട്ടലിനും ഒക്കെയും പരിമിതികൾ വന്ന ജീവിതത്തിൽ വെല്ലുവിളികളെ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ മാനസികമായിരിക്കുന്ന ആളുടെ വളർച്ചയില്ലാതെ മാനസികമായുള്ള വൈകല്യങ്ങളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ. സുനാമി വന്ന കാലഘട്ടത്തിൽ
നമുക്കൊരു അവബോധമുണ്ടായി ആ കാലഘട്ടത്തിൽ. ചില കുഞ്ഞുങ്ങളൊക്കെയും ഈ തിരയിലങ്ങ് ഒഴുകിപ്പോയപ്പോൾ അവിടെ ഇവിടെ ചില മരത്തേലൊക്കെ തടഞ്ഞിരുന്ന് പകുതി മണൽ കയറി തല മാത്രം മുകളിലോട്ടിരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ തറയിൽ കറുപ്പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം മനുഷ്യത്വം എല്ലാം വിഭാഗീയതയെല്ലാം മാറി ഒരുമയിലേക്ക് വന്നു സമസ്ത ജനങ്ങളും. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് എല്ലാ പെട്രോൾ ബങ്കുകളും കൊണ്ടുവരുന്ന കാറുകൾക്കെല്ലാം പെട്രോൾ സൗജന്യമായിട്ട് അടിച്ചു കൊടുത്തു. ഈ അശ്രദ്ധരായി മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ തുറന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർ സഹായിക്കാൻ വേണ്ടി അവിടെ രസീത് വേണം, കാശ് വേണമെന്ന് പോലും പെട്രോൾ ബങ്കുകാർ പോലും ചോദിച്ചില്ല. ഒരു പുതിയ മാനവികതയായിരുന്നു സംവത്സരങ്ങൾക്ക് മുമ്പ് ആ സുനാമിയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായതെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം കടലിലെ സുനാമിയല്ല, നാട്ടിലെ സുനാമി ഉണ്ടായി. ആ സുനാമി പറയുന്നത് ഇവിടെ തന്നെ 45 അടിയോളം ഉയരത്തിൽ വെള്ളം ഒഴുകിയതാണ് ഈ മണൽപ്പുറത്തിന് മുകളിലോട്ട്. ഒന്ന് ഓർത്ത് നോക്കുക, നമുക്ക് ചിന്തിക്കാൻ പോലും പാടില്ല. ആ പാലത്തിൻ്റെ 6 അടി താഴെ മാത്രം ആ തട്ടിന് കോഴഞ്ചേരി പാലത്തിൻ്റെ 6 അടി താഴെ വരെ ജലനിരപ്പ് ഉയർന്നതാണ്. എന്തെല്ലാം വിധത്തിലുള്ളതായുള്ള പ്രയാസങ്ങളാണ് സമീപ പ്രദേശങ്ങളുണ്ടായിരുന്നവർ. ഈ ദുരിതങ്ങളൊന്നും അനുഭവിക്കാത്തവർ എയർ കണ്ടീഷൻ മുറിക്കകത്ത് ഇരുന്ന് കണക്ക് കൂട്ടി വെച്ച് ഇത്രയും വെള്ളമേ ഇതിലേ ഒഴുകുള്ളൂ, മറ്റേതൊന്നും ഒഴുകി പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു മിഥ്യയാണത് ഞാൻ ചോദിക്കും. ഇതിലെ ഒഴുകുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അന്ന് കാസർഗോട്ടായിരുന്നു, നമ്മുടെ സ്ഥലത്ത്. അവിടെ ചില പരിപാടികളുണ്ടായിരുന്നു. വെളുപ്പായപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരാളുടെ ഒരു ടെലിഫോൺ വന്നു. വെള്ളത്തിൻ്റെ ലെവല് നമ്മൾ വലിയ തിരുമേനി താമസിക്കുന്ന അരവനയുടെ ആ മുമ്പിലുള്ള റോഡിന് സമമായി എന്ന് പറഞ്ഞു. വെള്ളം നല്ലതുപോലെ ഉയരുന്നു എന്ന് പറഞ്ഞു. ഞാനിവിടെ തന്നെ അവിടെ നിന്ന് എൻ്റെ സഹോദരനെ വിളിച്ചു, വീട്ടിൽ വെള്ളം കയറിയോ ഇല്ലയോ എന്നറിയാൻ. നേരെ മറുപടി പറഞ്ഞു, അയ്യോ അവിടേക്കും വന്നില്ല. അത് മറ്റേ വെള്ളത്തിൻ്റെ ഉയർച്ചയാണ്. അവിടെ വെള്ളം വരണമെന്ന് വരിയിൽ പുറകുവശത്തുള്ളതായ പുഞ്ചയിൽ കൂടെ വെള്ളം തികച്ചെങ്കിൽ മാത്രമേ അവിടെ വെള്ളം വരികയുള്ളൂ. അവനിവിടെ വന്ന് തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനിയും അവിടെ ഈ വെള്ളം ഇങ്ങനെ സമതരപ്പ് കിടക്കുന്നത് കണ്ട് അവിടെ കസേരയിലൊക്കെ അവിടെ ഇരുന്നു. അതേസമയം തന്നെ നമ്മുടെ സഭാ സെക്രട്ടറി ഇവർ അറിഞ്ഞ് ഉടനെ തന്നെ ആംബുലൻസിൽ കുമ്പനാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആംബുലൻസ് വന്നപ്പോഴത്തേക്ക് ആ റോഡിൽ കൂടെ വെള്ളം, ആംബുലൻസ് ഇങ്ങോട്ട് വരത്തില്ല, അതുപോലെ ശക്തമായ ഒഴുക്കാണ് പടിഞ്ഞാറോട്ട്. ആംബുലൻസ് അതിൻ്റെ അപ്പുറത്ത് ജംഗ്ഷനിൽ നിർത്തി തിരുവേനിയെ വീൽ ചെയറിലെടുത്ത് ആ ആംബുലൻസൊക്കെ ഒന്ന് കയറ്റുകയായിരുന്നു. ആംബുലൻസിൽ കയറിക്കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറോട്ട് പോകാനായിട്ട് നിർവാഹമില്ല. തിരുവല്ല റോഡിൽ പാലത്തേലോട്ട് പോകാമായിരുന്നു. പാലത്തേ കൂടെ കയറി അക്കടിച്ചെന്ന് പോയാലേ ഹോസ്പിറ്റലിലാക്കുക ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോയാലിൽ നിന്ന് അവിടെ കൊണ്ടുപോയത്. ഈ വെള്ളപ്പൊക്കമൊക്കെ ഒരു മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതല്ല, മനുഷ്യൻ്റെ ബുദ്ധിമോശം കൊണ്ടുകൂടി ഉണ്ടായതാണ്, യാതൊരു സംശയവുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വേണ്ടാത്ത സമയത്ത് അത് ചെയ്തതുകൊണ്ടാണ്. ഞാൻ ഉറച്ചു പറയും, അത് ഇവിടുത്തെ മാധ്യമക്കാർ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പത്രത്തിൽ എഴുതി. ഞാനിന്ന് പിണറായിക്ക് എഴുതിയിട്ടുണ്ട്, സത്യാവസ്ഥ ഇതാണ്. മാധ്യമക്കാരും അവർക്ക് ഈ ആളുകൾക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ എഴുതിയാൽ പോരാ, സത്യം എഴുതാനായിട്ട് ഒരു വരുമാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും നമുക്ക് അതിൻ്റെ ഫലമായിട്ട് എന്താ, നല്ല മനോഹരമായിരിക്കുന്ന ഒരു മണൽപ്പുറത്ത് നമുക്ക് കിട്ടി. നമുക്കെഴുതുന്ന ദൈവത്തെ സ്തുതിക്കാനായിട്ട്, ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയേണ്ടത് നമുക്ക് അതാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞു. ആ സമയത്തുണ്ടായ ഒരു ഒത്തൊരുമ എന്തായിരുന്നു? എയർ കണ്ടീഷൻ മുറിക്കകത്ത് വാട്ടർ ബെഡിൽ കിടന്നുറങ്ങുന്ന സഹോദരനും കടയുടെ വരാന്തേ കിടന്നുറങ്ങുന്ന സഹോദരി ഒക്കെ ഒരുമിച്ച് ക്യാമ്പിൽ കഴിച്ചു, ഒരേ ഭക്ഷണം കഴിച്ചു.
ഒരേ പാത്രത്തിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. എന്തോ ഒരു ഒത്തൊരുമയാണ് ദൈവം നമുക്ക് നൽകിയത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മറന്നു. വിഭാഗീയത കൊടികുത്തി നിൽക്കുന്നതല്ല ഈ കേരളത്തിൽ. മാനവികതയുടേതായിരിക്കുന്ന ഒരു സാഹോദര്യത്തിൻ്റെതായിരുന്നു ഒരുമയുണ്ടാകുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇത്ര നന്നായിരുന്നു. അതിനുവേണ്ടിയാണ് സഭ പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മൂന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മെക്കുറിച്ച് ദൈവോദ്ദേശം എന്താണ്? ദൈവം തൻ്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ചിന്താശക്തി തന്നു, ഇമാജിനേഷൻ, അതായത് സ്വപ്നം കാണുവാനായിട്ടുള്ളതായ കഴിവ് തന്നു. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ടുള്ള കഴിവും തന്നു. മനുഷ്യനെക്കുറിച്ച് ദൈവം സൃഷ്ടിച്ചപ്പോൾ ആഗ്രഹിച്ചത് മനുഷ്യൻ ഒരിക്കലും സാഹചര്യ സൃഷ്ടിയാകരുത്, സാഹചര്യത്തെ സൃഷ്ടിക്കുന്നവരായിരിക്കണം എന്നുള്ളതത്രേ. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വി ആർ നോട്ട് ക്രീച്ചേഴ്സ് ഓഫ് സർക്കംസ്റ്റൻസസ്, ബട്ട് വി മസ്റ്റ് ബി ദ ക്രീച്ചർ ഓഫ്, വി മസ്റ്റ് മേക്ക് ക്രിയേറ്റ് സർക്കംസ്റ്റൻസ്. സാഹചര്യത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതല്ല നമ്മുടെ ജീവിതം, പുതിയ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതാണ്. അതിന് ദൈവം പറഞ്ഞാൽ വാക്കുകൾ കർദിനാൾ തിരുമേനി പറഞ്ഞാൽ, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ്, കാറ്റിനെയും കടലിനെയും ശ്വാസിച്ച കർത്താവ്, അവിശ്വാസം കൊണ്ട് വെള്ളത്തിൽ താണുപോയ പത്രോസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച കർത്താവ്, ആ ബലമുള്ള കരം നീട്ടി നമ്മെ എഴുന്നേൽപ്പിക്കും, യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു. എങ്ങനെയുള്ള പിതാവിനെയാണ് ദൈവം കർത്താവ് കാണിച്ചതെന്ന്? എങ്ങനെയുള്ള പിതാവാണ്? നാം ആശീർവാദം പറയുമ്പോൾ ആദ്യമേ പറയുന്നത് എന്താ? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, സ്നേഹനിധിയായ ഒരു പിതാവിനെയാണ് യേശു ക്രിസ്തു കാണിച്ചു തന്നത്. അത് ആ ഒരു ഭവനത്തിലെ എക്സ്പീരിയൻസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഉപമയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി. ഒരു മകൻ അവിടെ ഉണ്ടായിരുന്നു, ഇളയ മകൻ. ഇളയ മക്കൾ കൂടുതൽ ലാളനെ അനുഭവിക്കുന്നവരാണ്, മൂത്ത മക്കളെക്കാളെ കൂടുതൽ. ആ ഇളയ മകൻ വീട്ടിലുള്ള സ്വാതന്ത്ര്യവും ധന്യതയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പോരാതായി അവൻ മതി വരാതെ അവൻ കണക്ക് പറഞ്ഞ് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോയ വഴിക്കെല്ലാം കൂട്ടുകാരോട് ചേർത്ത് അതെല്ലാം നഷ്ടപ്പെടുത്തി. ആഹാരത്തിന് വഴിയില്ലാത്തവനായി തീർന്നു. അപ്പോഴൊരു ജോലി അന്വേഷിച്ചു. അവന് കിട്ടിയത് പന്നികളെ മേയ്ക്കുന്ന ഒരു ജോലിയാണ്. വിവരമില്ലായ്മയുടെ ഒരു പര്യായമായിട്ടാണ് നാം പന്നി എന്ന് പറയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളെക്കാളും വിവരം ഉള്ളതാണ് പന്നി. അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. അതായത് ആ പന്നികളെ മേയ്ക്കുന്നതിന് പോയി. അവിടെ ചെന്നപ്പോഴും അതിന് കൊടുക്കുന്ന തീറ്റി എടുത്ത് ഭക്ഷിക്കാൻ നോക്കിയിട്ടും വിശപ്പടക്കാൻ വയ്യ. അപ്പോഴവനെന്ത് ചെയ്തു? സുബോധം. അവൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. നിൻ്റെ മകനെന്ന് വിളിക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല. ഇനി ബാക്കി കുറച്ചുകൂടി തരാൻ പറഞ്ഞുകൊണ്ടല്ല വന്നത്. ഇപ്പം നമ്മുടെ പുള്ളികളൊക്കെ വരുന്നത് അങ്ങനെയാണ്. കൂട്ടം കളഞ്ഞേച്ച് പോരാ, അത് കിട്ടിയത് പോരാ, കുറച്ചുകൂടെ തരാനെന്ന് പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ഈ മകൻ ചെന്നത്, സുബോധമുള്ളവൻ ചെന്നത്, അപ്പാ ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, എൻ്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല, എൻ്റെ ഒരു കൂലിക്കാരനെ പോലെ നീ സ്വീകരിക്കണമേ എന്നാണ് പറഞ്ഞു. പക്ഷേ ആപ്പനെന്ത് ചെയ്തു? ശുശ്രൂഷകരെ വരുത്തി അവനെ മോതിരം കൊടുത്ത് പുത്രത്വത്തിൻ്റെ അവകാശം കൊടുത്ത് അവനെ അവകാശിയായിട്ട് സ്വീകരിച്ചു. വസ്ത്രം മാറി വലിയൊരു വിരുന്നൊരുക്കി. ഈ സമയത്ത് മൂത്ത പുള്ളി എവിടെ പോയിരിക്കുക? അപ്പൻ പറഞ്ഞതനുസരിച്ച് വയലിൽ പോയിരിക്കുക. തിരിച്ചു വന്നപ്പോൾ ഈ എല്ലാം കളഞ്ഞു കുളിച്ചവൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ അവനെ ആദരിച്ച് സ്വീകരിച്ചത് കേട്ടപ്പോൾ ഈ നല്ല മനുഷ്യനുണ്ടല്ലോ മൂത്ത ജ്യേഷ്ഠൻ, വീട്ടിൽ കയറാൻ തോന്നിയില്ല. ഈ മനോഭാവം എല്ലാം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ല ഇല്ലാത്തതൊന്നുമല്ല, നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചരിത്രമായി പറഞ്ഞത് വീട്ടിൽ കയറാതെ മാറില്ല. പക്ഷേ അവിടെ ഓർക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു. അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് ദൈവം സ്വർഗം സന്തോഷിക്കുന്നു.
എത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹനിധിയായി നമ്മൾ മടങ്ങി മാനവികതയുടെ പൂർണ്ണതയിലേക്ക് വരേണ്ടതിന് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവ്. ഞാൻ ഓർക്കുന്നുണ്ട്, 1948 ഞാൻ കോഴഞ്ചേരി സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. SLCക്ക് പഠിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിയേറ്റ് മരിച്ചത്, ജനുവരി മാസം 30. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാരാമൺ കൺവെൻഷനാണ്. ഡോക്ടർ E. സ്റ്റാൻലി ജോൺസ് കൺവെൻഷനിലെ മുഖ്യ പ്രസംഗകനായിരുന്നു ആ വർഷം. അദ്ദേഹം ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നു. അന്ന് ഈ ബൈബിൾ ക്ലാസ് നടന്നതൊക്കെ കുട്ടികളുടെ യോഗമാണെന്ന് വരികയിൽ നെടുമ്പുഴ സ്കൂളിലും കോഴഞ്ചേരി ഹൈസ്കൂളിലുമായിരുന്നു. ബൈബിൾ ക്ലാസ്സുകൾ പുരുഷന്മാരുടെ നടന്നുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തായിരുന്നു, കുടുംബത്തല്ല, മറ്റിടത്ത് തന്നെ. അതുപോലെ സേവികാ സംഘത്തിൻ്റെ ബൈബിൾ ക്ലാസ് നടത്തിയിരുന്നത് ഇവിടെ സേവരിമാർ താമസിക്കുന്ന ഈ തേക്ക് നിൽക്കുന്ന പുരയിടത്തിലായിരുന്നു. മണപ്പുറത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. മണപ്പുറത്ത് കൂടുതലും മറ്റു കാര്യങ്ങളെന്ന് പറയുന്ന ആളാമ്പ്രതി സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രം വിരോധിച്ചിരുന്നതാണ് ഈ പന്തലിനകം. അല്ലാതെ മറ്റ് സമ്മേളനങ്ങളൊന്നും നടത്താൻ വേണ്ടി ആ കാലഘട്ടത്ത് ഉപയോഗിക്കുന്നില്ലായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഭക്തനായ ഒരു മനുഷ്യൻ സ്റ്റാൻലി ജോൺസിനോട് ഒരൊറ്റ ചോദ്യം, ഈ ചോദ്യം ചോദിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയല്ലല്ലോ, ആളിനെ കൊടുക്കാൻ വേണ്ടിയല്ലേ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, വിൽ ഗാന്ധിജി ഗോ ടു ഹെവൻ? ഗാന്ധിജി മരിച്ചതിൻ്റെ വേദനയിൽ ഭാരതം വിലപിക്കുന്ന സ്ഥാനത്തോട് ചോദ്യമാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത്, ഗാന്ധി സ്വർഗത്തിൽ പോകുമെന്ന്. പറയട്ടെ, അദ്ദേഹം അല്പം ആലോചിച്ചതിന് ശേഷം ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞ ഞാനിപ്പോഴും ഓർക്കുന്നു, മറക്കാത്ത ഒരു വാചകമാണ്. ഹെവൻ വിൽ ബി സോ മച്ച് പുവറർ ഇഫ് ഗാന്ധിജി ഈസ് നോട്ട് ദെയർ. ശ്രദ്ധിക്കണം ആ വാക്ക്, ഹെവൻ വിൽ ബി സോ മച്ച് പുവറർ ഇഫ് ഗാന്ധിജി ഈസ് നോട്ട് ദെയർ. അതാണ് സ്റ്റാൻലി ജോൺസ് പറഞ്ഞത്. നമ്മുടെ അന്നത്തെ മലയാള മനോരമയിലെ ഇതുപോലുള്ള വാർത്ത പറയുന്ന പുള്ളി പരിഭാഷപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാം, ഗാന്ധി ഇല്ലാത്ത സ്വർഗം ദരിദ്രമാണെന്ന് സ്റ്റാൻലി ജോൺസ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ചാരൽകാരുടെ വേലകൾ അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഓർത്തുകൊണ്ടുണ്ട്, ഗാന്ധി ഇല്ലാത്ത സ്വർഗം ദരിദ്രമാണെന്ന് സ്റ്റാൻലി ജോൺസ് പറഞ്ഞത്. സ്റ്റാൻലി ജോൺസ് പറഞ്ഞതിൻ്റെ വേദശാസ്ത്രം എന്താണ്? സകല മനുഷ്യരുടെയും രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി അവിടെ നഷ്ടപ്പെട്ടു പോയാൽ അത്രമാത്രം കുറവുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ അപ്പുറമായിട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞ തർജ്ജിമകൾ കേട്ടാലും നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നുള്ളത്. അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമ്മൾ ഈ അടുത്ത കാലത്ത് ആവേശത്തോടുകൂടെ മണ്ഡലമൊക്കെ പാസ്സാക്കിയെങ്കിലും ഒരു ചുവടും മുന്നോട്ട് നീങ്ങാത്ത ഒരു തീരുമാനം നമുക്കുണ്ട്. ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അതാ പ്രത്യേകിച്ച് ഓർക്കണം. ആ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ളതായ അവരും മനുഷ്യരാണ്. ദൈവത്തിൻ്റെ രക്ഷയുടെ പ്ലാനിൽ അവർക്കും സ്ഥാനമുണ്ട്. അതാ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഭിന്നലിംഗക്കാരെന്നല്ല അവരെക്കുറിച്ച് പറയേണ്ടത്. അത് നമുക്ക് ശരിയായ ഒരു മലയാള പദം ഇല്ല. ഇന്നലെ അതിൽ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞതിനെ ഭിന്നലിംഗമെന്ന് ഇവിടെ പരിഭാഷപ്പെടുത്തി. അതല്ല, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ദൈവം സൃഷ്ടിച്ച മനുഷ്യരാണ്. അവർക്ക് ഇന്നത്തെ അവസ്ഥ എന്ത്? കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു മാർത്തോമാ ഭവനത്തിൽ ജനിച്ചു വളർന്ന് ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സഹോദരി ഇവിടെ വന്ന് സംസാരിച്ചത് നിങ്ങൾ പലരും ഓർക്കുമായിരിക്കുമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് ഒരു ID കാർഡ് കിട്ടാൻ അവകാശമില്ല, വോട്ടവകാശത്തിന് അവർക്ക് അവകാശമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിസ്ഥിതിയായിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് അവർ ഒരു തേർഡ് ജെൻഡറായിട്ട് അംഗീകരിച്ച്
നിയമം പാസാക്കിയിരിക്കുന്നത് മാനവികതയുടെ ഒരു ദർശനമാണെന്ന് ഞാൻ പറയും. അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ മുൻകാലങ്ങളിലൊക്കെയും പരിഗണനയുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എൻ്റെ പേർക്ക് എഴുതി, ഒരു വിശ്വാസി, അദ്ദേഹം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴ്. ആവർത്തന പുസ്തകം തിരുവേനി വായിക്കണം, അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നോക്കണം. അവിടെ എവിടെയെങ്കിലും വായിച്ചില്ലോ എന്ന് എനിക്കതൊരു സന്തോഷം. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, യെശയ്യാ പ്രവചനത്തിൽ ഇന്ന അധ്യായം എഴുതിയിരിക്കുന്നത്, ഞാനിപ്പോൾ അധ്യായം പറയാത്തല്ലാന്ന് ചോദിച്ചാൽ പോയി നിങ്ങൾ ആ പ്രവചനത്തിലൊന്ന് വായിച്ച് നോക്കാതെ അന്വേഷിക്കാൻ വേണ്ടി അല്പം അന്വേഷിച്ചേച്ച് വേണമല്ലോ മനസ്സിലാക്കാൻ. യെശയ്യാ പ്രവചനത്തിൽ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കൾക്കുള്ള സ്ഥാനത്തേക്കാൾ മുൻഗണന ദൈവരാജ്യത്തിന് അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ ആവർത്തന പുസ്തകമാണോ യെശയ്യാ പ്രവചനമാണോ എടുക്കേണ്ടത്? പോട്ടെ, അത് കഴിഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എത്യോപ്യയിലെ രാജ്ഞിയുടെ മന്ത്രിയായിരുന്നു ഒരു ട്രാൻസ്ജെൻഡർ ഒരാൾ. ജെറുസലേമിൽ വന്നേച്ച് മടങ്ങിപ്പോകുമ്പോൾ ഗാസ പ്രദേശത്തൂടെ യാത്ര ചെയ്തു. ദൈവാത്മാവ് ഫിലിപ്പോസിനെ ആ അനുയാത്ര ചെയ്തക്കൊണ്ട് ഒരുക്കി ഗാസ പ്രദേശത്ത് കൊണ്ടുവന്നു. ആ വ്യക്തി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോസ്തലൻ കൂടെ നടന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവൾക്ക് ഉള്ള സ്നാനപ്പെടുത്തി എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ഏതായാലും മനുഷ്യ സമൂഹം മാനസികമായിട്ട് വളർന്നതിന് ശേഷമേ അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കയറി പട്ടം കൊടുക്കാമെന്ന് ആരും പത്രാച്ചന്മാർ പ്രഖ്യാപിച്ചാൽ അതുടനെ നടക്കാൻ പോകുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ഓർക്കണം, ഇത് മാർത്തോമാ സഭയിൽ സ്ത്രീകളാണ് ആരാധനയിൽ ഒരു പാഠം വായിക്കുന്നത്. ഏതെങ്കിലും മണ്ഡലത്തിൻ്റെ തീരുമാനമാണോ? ഏതെങ്കിലും ആക്ടിവിസ്റ്റിൻ്റെ പരാതി കൊണ്ട് ഉണ്ടായതാണോ? ഞാൻ ചോദിക്കട്ടെ. ഞാൻ പട്ടമേറ്റ് 1960 മുതൽ കശിച്ചായിരുന്ന കാലഘട്ടത്തിൻ്റെയും വനിതാ മന്ദിരത്തിലോ നിക്കോൾസൺ സ്കൂളിലോ ഒരു കുർബാനയ്ക്ക് എന്നാൽ അവിടുത്തെ സ്ത്രീകളായിരുന്നു ധൂപക്കുറ്റി എടുക്കുന്നതും പാഠം വായിക്കുന്നതും തുമതയിൽ വായിക്കുന്നതും. യോഹന്നാന് പേര് വിലക്കിയിട്ടില്ലായിരുന്നു. എനിക്കത് വളരെ ധൈര്യമായിട്ട് പറയുവാൻ കഴിയും. എന്നാൽ ഈ ഈശോം മാർത്തിമോത്തിയോസ് മെത്രാച്ചനും എനിക്കും കൂടി എപ്പിസ്കോപ്പൽ സ്ഥാനം തരുന്ന ആ ശുശ്രൂഷയിൽ മധുബഹായിൽ നിന്ന് ലേഖനം വായിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. എനിക്കെപ്പോഴും അറിയാം ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അടുത്ത ആ സമയത്ത് ഞാൻ ആളിനെ കണ്ടു. ആ പെൺകുട്ടി വായിച്ചു. അന്നും ഈ പറഞ്ഞതുപോലെ അതിനെ തുടർന്ന് എല്ലാ പള്ളികളിലും പാഠം വായിക്കാനായിട്ട് ഇവരെ നിയോഗിച്ചു. മൗന അനുവാദമല്ല, അനുവാദമായിട്ട് തന്നെ അതിനെ സ്വീകരിച്ചു. എല്ലാവരും അത് അംഗീകരിച്ചു. അല്ലാതെ ഒരു പ്രമേയം കൊണ്ടുവന്നായിരുന്നെന്ന് വരികിൽ നടക്കുമെന്ന് ഇന്നത് നടന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അങ്ങനെ നാം പ്രത്യേകിച്ച് നോക്കുമ്പോൾ നമ്മുടെ പല രോഗപര ചിന്തകളൊക്കെയും ജനങ്ങളെ ഒരുക്കിയിട്ട് വേണം നമ്മളിത്ര കൊണ്ടുവരുവാൻ. അല്ലാതെ ജനങ്ങളെ ഒരുക്കാതെ പിന്നെ പുറമേ നിന്ന് കൊണ്ട് ഇറക്കാൻ തുടങ്ങിയാൽ നടപ്പില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർക്കട്ടെ. എനിക്കിപ്പം ചില പള്ളികളിൽ ചെല്ലുമ്പോൾ ഒരു സംശയം തോന്നിപ്പോന്നുണ്ട്. ഇപ്പം 2 പാഠവും സ്ത്രീകളാണ് വായിക്കുന്നത്. പുരുഷന്മാർക്ക് ഇനി ഒരു സംവരണം വേണ്ടി വരുമോ എന്നൊരു സംശയം. പ്രാർത്ഥനാക്കൂട്ടങ്ങളിൽ ചെന്നാലും സ്ത്രീകളെ വായിക്കുന്നുള്ളൂ, അല്ലാതെ മറ്റവർക്ക് വായിക്കാൻ അറിയാൻ പാടില്ല എന്ന് എനിക്കൊരു സംശയം. എഴുത്തും വായന അറിയത്തില്ലയോ എന്ന് ചോദിക്കും. സ്ത്രീ പുരുഷ സമത്വം അത് നമ്മൾ എല്ലാറ്റിലുമുണ്ട്. പക്ഷെങ്കിൽ ദൈവം നമ്മുടെ കഴിവുകളെ അല്പമൊക്കെ മാറ്റി അത് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ കഴിവല്ല. അത് നാം പ്രത്യേകിച്ച് ഓർക്കും. ഓരോ മനുഷ്യനും ദൈവം കൊടുത്തിരിക്കുന്ന വിവിധ കഴിവുകളാണ്. അത് കഴിവുകളെ പരിപോഷിപ്പിച്ച്
സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടു. ആ പിതാവിനെ കണ്ടപ്പോൾ സ്നേഹനിധിയായ പിതാവിനെ കണ്ടു. മാത്രമല്ല, നമ്മെ സൃഷ്ടിച്ചതായ ദൈവത്തിൻ്റെ സാദൃശ്യ മുഖവും കണ്ടു. ദൈവത്തിൻ്റെ മനുഷ്യമുഖവും യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് കണ്ടു. കേശവ് ചന്ദ്രസൻ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ബംഗാളി ഹൈന്ദവ തത്വചിന്തകരും പറയുന്നത്, ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ് ഓഫ് നാസറത്ത്, യു ക്യാൻ സീ ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മനുഷ്യമുഖം കാണാമെങ്കിൽ നസ്രായനായ യേശുവിൻ്റെ മുഖത്ത് നോക്കുക എന്നാണ് പറഞ്ഞത്. ആ മുഖം കണ്ടിട്ടുണ്ടോ യേശുവിൻ്റെ മുഖത്ത്? എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു. ആ പിതാവിൻ്റെ മുഖം മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, അത് ദൈവത്തിൻ്റെ മനുഷ്യമുഖവും എന്നെ കാണുന്നവന് കാണാൻ കഴിയുമെന്ന് കർത്താവാ പറഞ്ഞാൽ, വേറെ ആരും പറഞ്ഞതല്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമല്ല. നാം പ്രത്യേകിച്ച് ഓർക്കണം. അങ്ങനെ ഒരു കൊച്ചൻ ദൈവത്തിൻ്റെ മനുഷ്യമുഖം ഒരു സ്ത്രീയുടെ മുഖത്ത് കണ്ടത് ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കൽക്കട്ട തെരുവിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് കഴിയുന്ന ഒരു ചെറിയ കുടുംബം ഉണ്ടായിരുന്നു. ഒരമ്മയും ഒരു മകനും. അവർക്ക് ആകപ്പാടെയുള്ള സമ്പാദ്യം ഒരു ചെറിയ ഭാണ്ഡക്കെട്ടാണ്. അത് തെരുവിൽ കോണിൽ അവർ ഉറങ്ങുന്നതിനടുത്ത് വെച്ചിരിക്കും. ആ തെരുവിൽ കിടന്നാണ് അവർ ഉറങ്ങുന്നത്. കൈ നീട്ടി ധർമ്മം കിട്ടുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടുവരുന്നു. ക്രിസ്മസ് അടുത്തപ്പോൾ ഈ മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എല്ലാ വീട്ടിലും കേക്ക് മുറിക്കുന്നു, ലൈറ്റ് ഇടുന്നു, സന്തോഷമൊക്കെ ഉണ്ട്. നമുക്കൊരു ചെറിയ കേക്ക് വാങ്ങിച്ച് അത് ഭക്ഷിക്കണം. ആ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ കൈ നീട്ടിയാലും നമ്മുടെ വിശപ്പടക്കാനുള്ള വക കിട്ടുന്നില്ല. എങ്ങനെയാണ് കേക്ക് വാങ്ങിക്കുന്നത്? അതോ ഈ കേക്കിന് ഇപ്പോൾ അങ്ങോട്ട് ചെന്നാൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 5 ഇരട്ടി വില, തീ വിലയാണ്. നമുക്ക് വാങ്ങിക്കാനൊരു നിർവാഹവുമില്ല. ആ മകൻ വളരെ നിർബന്ധിച്ചു. അമ്മയെ അങ്ങ് പെസ്റ്റർ ചെയ്തു, നിർബന്ധിച്ചു. കേക്ക് വേണമെന്ന് പറഞ്ഞു. ഉടനെ അമ്മ സഖി കെട്ടച്ചു പറഞ്ഞു, അതീ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് ചെയ്ത് ആ യേശുവിനോട് പ്രാർത്ഥിച്ചു, അവനൊരു കേക്ക് നിനക്ക് തരുമെന്ന് പറഞ്ഞു. കൊച്ചനെ അത് കേട്ടപ്പോൾ തൊട്ട് തന്നെ പിന്നെ അമ്മയുടെ ഒരിക്കൽ പോയില്ല. യേശുവേ, എനിക്ക് 24-ാം തീയതി രാത്രി ഒരു കേക്ക് തരണമേ, എനിക്കും എൻ്റെ അമ്മയ്ക്കും കൂടെ പങ്കിടാനെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും. അവരാ പ്രാർത്ഥനയെ കൊണ്ട് നടന്നു. ഡിസംബർ 24-ാം തീയതി വൈകിട്ട് സൂര്യൻ അസ്തമിച്ചു, അന്ധകാരം പടർന്നു, എല്ലാ വീടുകളിലും വിളക്കുകളായി, എല്ലായിടത്തും കേക്ക് മുറിക്കുകയും ആഹ്ലാദവും നടക്കുന്നു. ഇവരുടെ കയ്യിൽ ആരും യേശു കേക്ക് കൊണ്ട് കൊടുത്തില്ല. ഇവൻ അമ്മയുടെ അരിക്ക് റോഡിൽ പേയ്മെൻറ്റിൽ നിന്ന് ഇറങ്ങി കേക്ക് വിൽക്കുന്ന ഒരു കടയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വായി വെള്ളം ഊറി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് വിഴുകുന്നുണ്ട്. പക്ഷെ കേക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ കൈ നീട്ടി കണ്ണു അടച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ, എനിക്കൊരു കേക്ക് തരണമേ. ആ സമയത്താണ് മദർ തെരേസയും സഹോദരിമാരും കൂടി കേക്ക് വാങ്ങിക്കുവാൻ, അവരുടെ ആ ഹോമിലേക്ക് കേക്ക് വാങ്ങിക്കുവാൻ ആ കടയിൽ വന്നത്. വണ്ടി നിർത്തി സഹോദരിമാരും മദർ തെരേസയും കൂടെ ആ കടയിലേക്ക് കയറി നോക്കിയപ്പോൾ ഒരു കൊച്ചൻ അവിടെ ഇങ്ങനെ കേക്കേ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു കൊച്ചനെ കണ്ടു. നേരം വലിയ ശ്രദ്ധിച്ചില്ല, അങ്ങ് കയറിപ്പോയി. ചെന്ന് കേക്ക് വാങ്ങിച്ച് ചിറങ്ങിയപ്പോഴും ആ കൊച്ചൻ അവിടെ തന്നെ അതുപോലെ നിൽക്കുന്നു. അപ്പോൾ മദർ തെരേസയുടെ മനസ്സിൽ തോന്നി, ഇവരെന്താ അവിടെ നിൽക്കുന്നത്? അവന് കേക്ക് കണ്ടുകൊണ്ട് ആ സാധുബാലൻ ഭിക്ഷയാചിക്കുന്ന ഒരമ്മയുടെ മകൻ അവന് വാങ്ങിച്ച കേക്കുകളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ കേക്ക് എടുത്ത് ആ കൊച്ചൻ്റെ അരികിലേക്ക് നടന്നു ചെന്നപ്പോൾ അവരിങ്ങനെ കൈ നീട്ടി കണ്ണു അടച്ചാൽ നിൽക്കുന്നു. മദർ തെരേസ അടുത്ത് ചെല്ലുന്ന കണ്ടില്ല. ആ കൈയുടെ വെള്ളക്കോട്ട് ആ കൊച്ചു കേക്ക് വെച്ചപ്പോൾ അവൻ ഞെട്ടി ഉണർന്നേച്ച് നോക്കിയപ്പോൾ കണ്ടത് ആരുടെയാ? മദർ തെരേസയുടെ ചുളി വീണതേറ്റ് ഒട്ടിയ കവിളും. അവനുടനെ അങ്ങ് അലറി, അവൻ്റെ ഭാഷയിൽ അലറി, അമ്മേ, നീ യേശുവാണോ എന്ന് ചോദിച്ചു. 3 പ്രാവശ്യം അങ്ങനെ അലറിയതാണ് മദർ തെരേസ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എൻ്റെ ആയുസ്സിൽ ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ആ ബാലൻ എൻ്റെ മുഖത്തേക്ക് നോക്കുക, നീ യേശുവാണോ എന്ന് ചോദിച്ചു.
ഞാൻ അവരെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എന്താ നീ ഇത് പറയാൻ കാര്യം? ആ അമ്മയുടെ ഒരിക്കൽ ചെന്ന് അവൻ കേക്കിന് പറഞ്ഞ കാര്യം തൊട്ട് അമ്മ ദേഷ്യപ്പെട്ട് നീ ഇപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തീർത്ത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കേക്ക് കിട്ടിയത് വരെയുള്ള കാര്യം അവൻ പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെ മറ്റു വിധത്തിൽ ധരിക്കും? കേക്ക് തന്നതാര്? ഇതുപോലെ ആവശ്യങ്ങളിരിക്കുന്നവരുടെ മധ്യത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ തക്കവണ്ണം ആ യേശുവിൻ്റെ മുഖശോഭ നമ്മിൽ കൂടെ പ്രതിഫലിക്കുവാൻ നമുക്കിടയാക്കേണ്ടതാണ്. മദർ തെരേസായും മാർത്തോമാ സഭയിൽ കൽക്കട്ട ഇടവകയും അർമേനിയൻ സഭയും സിയനായിലെ കത്തീഡ്രൽ റിലീഫും കൂടി ഒരുമിച്ചാണ് അവിടെ അന്താര എന്നുള്ള പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഒരു ദിവസം പങ്കിട്ടാനുള്ള ഒരു അനുഭവമായത് ഈ പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഓർക്കണം, നമ്മെ കണ്ടവൻ യേശുവിനെ കാണണം. യേശുവിൽ അവൻ കാണേണ്ടത് ദൈവം സൃഷ്ടിച്ച മനുഷ്യമുഖം. ആ പ്രതിച്ഛായ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗോന്നതികൾ വിട്ട് ഇറക്കി വന്നുള്ള കർത്താവിൻ്റെ സ്നേഹമാണ് യേശു ക്രിസ്തുവിൻ്റെ കൃപ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ ദൈവത്തെ ദരിദ്രനായി തീർന്ന കൃപയെ ഓർത്തുകൊള്ളുക. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്നേഹനിധിയായ പിതാവിനെ, നമ്മെ സൃഷ്ടിച്ചതായുള്ള നമ്മുടെ മാനവികതയുടെ ഉണ്മയെ യേശുവിൻ്റെ മുഖത്ത് കണ്ടിരിക്കുന്നതെന്ന് പറയുവാൻ തക്കവണ്ണം ഈ സംവത്സരത്തിലെ വചനകേൾവി നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിച്ചുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയതാണ് ഈ പ്രഭാതത്തിലെ പൊതുയോഗത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തുതിക്കുന്നു. ആലഞ്ചേരി പിതാവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായുള്ള പ്രചോദനങ്ങളെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങളെ സ്നേഹിക്കുന്ന പിതൃസ്നേഹത്തെ ദർശിപ്പാനും, നിൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഞങ്ങളെ സൃഷ്ടിച്ചതായുള്ള മാനവികതയുടെ ധന്യതയെ ദർശിപ്പാനും, അത് ഇരുളിലും മരണതയിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാര്യങ്ങളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടത് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്ന ആ ഉദയത്തിൻ്റെ ശോഭയിൽ നിന്ന് നിൻ്റെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു നാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ പ്രിയരെ നാം ഓരോരുത്തരോടും നമ്മുടെ ഭവനങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.